ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ തലമുറ ചിന്തിക്കാത്ത കാര്യങ്ങൾ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്. സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ ക്രിയാത്മകമായ പാതയിലൂടെ ഉമ്മൻചാണ്ടി KSUവിനെ നയിച്ചു. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഓണത്തിന് ഒരു പറ നെല്ല് എന്ന കർമ്മ പരിപാടി ഏഷ്യയിലാദ്യമായി അന്ന് കൃഷിമന്ത്രിയായിരുന്ന MN ഗോവിന്ദൻ നായർ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് സമരരംഗത്ത് മാത്രം നിൽക്കുന്നു, എന്തുകൊണ്ട് കർമ്മരംഗത്ത് ക്രിയാത്മക രംഗത്ത് ഇറങ്ങിക്കൂടാ എന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഓണത്തിന് ഒരു പറ നെല്ല് എന്ന കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. മനോഹരമായ പദ്ധതി, വിജയകരമായ പദ്ധതി. 1968 കുന്നംകുളത്ത് ചേർന്ന KSUവിന്റെ സംസ്ഥാന ക്യാമ്പിനോടനുബന്ധിച്ച് കുന്നംകുളം പാറയമ്പാടത്ത് വെച്ച് ആദരണീയനായ MN ഗോവിന്ദൻ നായർ ഉമ്മൻചാണ്ടി പ്രസിഡന്റായ KSUവിന്റെ ഓണത്തിന് ഒരു പറ നെല്ല് ഉദ്ഘാടനം ചെയ്തത് വലിയൊരു സംഭവമായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ സുവർണ രേഖകളിൽ എഴുതപ്പെടേണ്ട ഒരു മഹാസംഭവമായി, സംരംഭമായി ഇന്നും അത് അംഗീകരിക്കപ്പെടുന്നു. അന്ന് കേരളം മുഴുവൻ വളം നൽകിയത് MKK നായർ അധ്യക്ഷനായ FACT-യാണ്. FACT-യിൽ ചെന്നത് കളക്ട് ചെയ്ത് കേരളത്തിലെ എല്ലാ DCC-കളിലും എത്തിച്ചാലുള്ള ചുമതല എന്നെയായിരുന്നു ഏൽപ്പിച്ചത്. എത്ര മനോഹരമായ അനുഭവങ്ങൾ. പിന്നീട് ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി. ഉമ്മൻചാണ്ടി അധ്യക്ഷനായ KSUവിന്റെ ഒറ്റപ്പാലം ക്യാമ്പിനോടനുബന്ധിച്ചാണ് NSUI രൂപം കൊണ്ടത്. അന്ന് ഉമ്മൻചാണ്ടിയും ആന്റണിയും അതുപോലെ ഹസനും KC ജോസഫും തിരുവഞ്ചൂരും CH ഹരിദാസും മുല്ലപ്പള്ളിയും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തപ്പോഴാണ് ബംഗാളിലെ ഛത്രപരിഷത്തും KSUവും ചേർന്ന് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നതും അന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ വൈരാർജിയെ ചുമതലപ്പെടുത്തി. ഞങ്ങൾ ഇന്ദിരാഗാന്ധിയായി വളരെ അടുപ്പമായിരുന്ന വൈരാർജി അതിനിടപെട്ടു. NSUI രൂപീകരിച്ചു. ആദ്യത്തെ കൺവീനർ KSU പ്രവർത്തകനായിരുന്ന അഡ്വക്കേറ്റ് TG വിശ്വനാഥനായിരുന്നു. പിന്നീട് നമ്മുടെ KC ജോസഫ് അതിൻ്റെ 2 കൺവീനർമാരിൽ ഒരാളായി. ബംഗാളിൽ നിന്നും അഷിത് മിത്ര, കേരളത്തിൽ നിന്നും KC ജോസഫ് അവർ ജോയിന്റ് കൺവീനറുമായി കമ്മിറ്റി തുടർന്നു. കേരളത്തിലെ മോഹൻ ഗോപാൽ പിന്നീട് ജോയിന്റ് സെക്രട്ടറിയായി അതിൽ പ്രവർത്തിച്ചു. KSUവിന്റെ NSUIന്റെ പ്രഥമ അഖിലേന്ത്യാ സമ്മേളനം 1974 തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. അതോടനുബന്ധിച്ചുള്ള ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അന്നത്തെ വിദ്യാർത്ഥി നേതാക്കൾ, ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പല പാർട്ടികളിലായി ചെതറിക്കെടുക്കുന്ന പ്രമുഖ നേതാക്കൾ അവരൊക്കെ ആ സമ്മേളനത്തിൽ NSUI പ്രതിനിധികളായി തിരുവനന്തപുരത്ത് സമ്മേളിച്ചിരുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി. അത് കഴിഞ്ഞു സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായ 5 പേർ അന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഉമ്മൻചാണ്ടി 26-ാം വയസ്സിൽ പുതുപ്പള്ളിയിൽ നിന്നും, AK ആന്റണി 28-ാം വയസ്സിൽ ചേർത്തലയിൽ നിന്നും, അതുപോലെ ശ്രീ N രാമകൃഷ്ണൻ, MV രാജൻ മാസ്റ്റർ, കൊട്ടറ ഗോപാലകൃഷ്ണൻ, രാഘവ മാസ്റ്റർ, ഇങ്ങനെ ഒരു നിര അന്ന് നിയമസഭയിലേക്ക് ജയിച്ചു വന്നു. തുടർന്ന് വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 31-ാം വയസ്സിൽ വയലാർ രവി പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 27-ാം വയസ്സിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ KSU പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് നേരെ പോയത് നോമിനേഷൻ കൊടുക്കാനായിരുന്നു പാർലമെന്റിലേക്ക്. അങ്ങനെ KSUവിന്റെ വളർച്ച, യൂത്ത് കോൺഗ്രസിന്റെ വളർച്ച മുന്നോട്ട് നീക്കി ദേശീയ തലത്തിലും ശ്രദ്ധേയമായ പ്രസ്ഥാനമായി ഉയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞു. പിന്നീട് AK ആന്റണി മന്ത്രിസഭയിൽ, അതിനു മുമ്പ് കരുണാകരൻ മന്ത്രിസഭയിൽ, ശ്രീ അച്യുതമേനോൻ കരുണാകരൻ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മന്ത്രിയായി. തൊഴിൽ രംഗത്ത് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ, തൊഴിലില്ലായ്മ, വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട്
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഞാൻ ചുരുക്കി പറയുകയാണ്, സമയം നീണ്ടുപോകുന്നു, നേതാക്കന്മാരുടെ ഒരു നിലയുണ്ട്, ഇത് പറഞ്ഞു വന്നപ്പോൾ അങ്ങ് നീണ്ടുപോവുകയാണ്. ഞാൻ പറയട്ടെ, അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വന്ന പ്രത്യേക സാഹചര്യം, ഭരണം എന്നുള്ളത് മുഖ്യമന്ത്രി പദത്തിനൊരു പുതിയ അർത്ഥം കൽപ്പിച്ചു. ജനപക്ഷ രാഷ്ട്രീയം അതായിരുന്നു മുഖമുദ്ര. ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെട്ട് ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു തലത്തിലേക്ക് ഉയർന്നു വന്ന അദ്ദേഹം, ആരെയും കാണാവുന്ന തലത്തിലേക്ക് മുന്നോട്ട് നീക്കിയ അദ്ദേഹം യഥാർത്ഥത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് കേരളത്തിൽ വഴി തെളിയിച്ചു. ജനപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തു, കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, 10,000ങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ അത് ഗ്രഹിച്ച് അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരൊറ്റ സംഭവം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. പ്ലാച്ചിമട സമരത്തോടനുബന്ധിച്ച് ഈ വിളയോടി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കുറെ പേർ അന്ന് വിയൂർ ജയിലിലായി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നയപരമായൊരു പ്രസ്താവന വരണം. സമരം നേരത്തെ തുടങ്ങിയിരുന്നു. പ്രഖ്യാപനം വന്നാലേ ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നായിരുന്നു അവരുടെ പക്ഷം. വിവരമറിഞ്ഞ് ഞാൻ അവർ ജയിലിൽ പോയി കണ്ടു. നേരെ ഉമ്മൻചാണ്ടിയെ വിളിച്ചു. ആലപ്പുഴയിൽ ജനസമ്പർക്ക പരിപാടിയിലാണ്. 10,000ങ്ങളുടെ ഇടയിൽ ഫോണിൽ സംസാരിച്ചു. സുധീരൻ, ഒരു കാര്യം ചെയ്യാം, ഞാനത് കൈകാര്യം ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ PJ ജോസഫ്, അന്നത്തെ ജലസേന വകുപ്പ് മന്ത്രി PJ ജോസഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അവരാവശ്യപ്പെട്ട തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നു. എനിക്ക് അതിൻ്റെ പകർപ്പ് വാട്സപ്പിൽ കിട്ടി. ഞാൻ അതുമായി ജയിലിൽ പോയി ആ പ്രശ്നം പരിഹരിച്ചു. ഇങ്ങനെ ഓരോ കാര്യത്തിലും ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനം. ഞാൻ ചുരുക്കുന്നു, ഒരു വയലാർ രവിയും AK ആന്റണിയും ഉമ്മൻചാണ്ടിയുമാണ് എൻ്റെ എക്കാലത്തെയും നേതാക്കൾ. അത് ഞാൻ എല്ലാ കാലത്തും തുറന്നു പറയുന്നതാണ്. പക്ഷെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 3 പേരുമായിട്ടും പല നയപരമായ വിഷയങ്ങളിലും വിയോജിപ്പുകളുണ്ടായിട്ടുണ്ട്. പക്ഷെ വിയോജിപ്പുകളുണ്ടെങ്കിലും വ്യക്തിപരമായ സ്നേഹബന്ധത്തിന് ഒരു തരത്തിലുള്ള ക്ഷതവും ഈട്ടിട്ടില്ല. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ പരിശീലനം, KSU യൂത്ത് കോൺഗ്രസ് കാലത്ത് ക്യാമ്പുകളിൽ നിന്ന് കിട്ടിയ പരിശീലനം, ആരുടെ മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാനുള്ള ആർജവം ആ തലമുറയ്ക്ക് പകർന്നു നൽകിയത്, ആ ക്യാമ്പുകളിലാണ് അത് പകർന്നു നൽകിയത് വയലാർ രവിയും MA ജോണും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും അടങ്ങിയ ആ നേതൃത്വമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വിയോജിപ്പുകൾ ഉണ്ടാകാം. ചർച്ച എന്ന് പറഞ്ഞാൽ വിയോജിപ്പുകൾ ഉണ്ടാകാം. പക്ഷെ അത് കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം ഒരേ മനസ്സ്, ഒരേ രീതി. ആ രീതിയിൽ മുന്നോട്ട് പോയ ആ കാലഘട്ടം. ആരും സ്ഥാനങ്ങൾക്ക് വേണ്ടി പുറകെ പോയിട്ടില്ല. എല്ലാവർക്കും അർഹതപ്പെട്ട പദവികൾ അറിഞ്ഞ് ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തം, ആർജവം അന്നത്തെ നേതൃത്വം കാണിച്ചിരുന്നു. ഒരിക്കൽ പോലും ഒരു പദവികൾക്ക് വേണ്ടി ആരെയും സമീപിക്കുന്ന ഒരു കാലമുണ്ടായിട്ടില്ല. ആ ഒരു കാലം മനോഹരമായ ഒരു കാലം, ജീവിതത്തിൻ്റെ, രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വസന്തകാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ കാലഘട്ടം. കേരളത്തിന് ആ തലമുറ നൽകിയ നേട്ടം, അത് പ്രത്യേകിച്ചും അന്നത്തെ പാർലമെന്ററി പാർട്ടി ലീഡർ K കരുണാകരൻ, KPCC പ്രസിഡന്റ് KK വിശ്വനാഥൻ, ആ നിലയിൽപ്പെട്ട പഴയ തലമുറയുടെ പിന്തുണയോടുകൂടി കേരളത്തിലെ യുവജനരംഗത്ത് ആർജവം നടത്തിയ ആ കാലമാണ്. അതിൻ്റെ തുടർച്ചയാണ് ശ്രീ ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നു. ശ്രീ അലൂഷ്യസ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള അലൂഷ്യസ് സേവിയർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ആർജവുമായി തുടർന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. അതൊന്നും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല. അതൊക്കെ സ്വാഭാവികമാണ്, അതിൻ്റെ പ്രവർത്തന രീതി മാത്രമാണ്. പക്ഷേ ക്ഷമാപൂർവ്വം കാര്യങ്ങൾ ശ്രമിക്കുക, പരിഹാരമുണ്ടാകാൻ ശ്രമിക്കുക. പരിഹാരമുണ്ടായില്ലെങ്കിൽ ക്ഷമാപൂർവ്വം അത് ഉൾക്കൊള്ളുക, അതിനുവേണ്ടി അതിൻ്റെതായ തലത്തിൽ പ്രവർത്തിക്കുക. ആ കേരള വിദ്യാർത്ഥി യൂണിയനും യൂത്ത് കോൺഗ്രസും നടത്തിയ
ആ പ്രവർത്തന പശ്ചാത്തലം അത് കേരളത്തിലെ, ഇന്ത്യയിലെ തലമുറകൾക്ക് ഒരു മാതൃകയായിരുന്നു. ആ മാതൃകയുടെ ചുവട് പിടിച്ച് പഴയകാല പ്രതാപത്തിലേക്ക് KSU യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് KSU യൂത്ത് കോൺഗ്രസ് ഇടക്കാലത്തുണ്ടായ അല്പം ക്ഷീണം മാറി വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കടന്നു വരുന്നൊരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ അത് കേരളത്തിലെ കോൺഗ്രസിന്, UDF-ന്, ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്ക് എന്നെന്നും പുതിയ ആർജവം പ്രദാനം ചെയ്യും, ഊർജം പ്രദാനം ചെയ്യും. എന്നെന്നും പ്രചോദനകരമാണ്. ആ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്ക് മുന്നിൽ ദീർഘമായ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ എല്ലാവിധ സ്നേഹാദരങ്ങളും അർപ്പിക്കുന്നു.